ഇതാ തന്ന പൈസ ഇവിടെ ഇരിപ്പുണ്ട്, ബാങ്കിൽ ഇട്ടിയെന്ന പൈസ ഇരിപ്പുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇതിനെ എത്തിച്ചു കളഞ്ഞോള. എനിക്ക് വേണ്ട, സർക്കാർ ഒരു തേങ്ങയും വേണ്ട. സ്വന്തം അപ്പനേമേനെയും കൊന്നവന്റെ പേരിൽ വലിയ നടപടി എടുത്താ. ഈ നടക്കാത്ത യവന്മാർ എന്തിനു നടക്കണത്? ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു 10 ലക്ഷം രൂപ അനുവദിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി ഇതേപോലെ 10 ലക്ഷം രൂപ അനുവദിച്ച് തരാൻ പറഞ്ഞിട്ട്. അപ്പൊ അവര് പറഞ്ഞ സ്ഥലത്തിന്റെ പേരിൽ ഒരു തീരുമാനമാവാതെ തരൂലെന്ന്. അങ്ങനെയെന്നുണ്ടെങ്കിൽ അന്ന് മറ്റേ പ്രസ് മീറ്റിൽ വെച്ച് പിണറായി വിജയൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? 10 ലക്ഷം രൂപ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ അങ്ങേരെ അന്നേ പറയണ്ടേ സ്ഥലത്തിന്റെ ഇതായിട്ട് 10 ലക്ഷം അവന് കൊടുക്കുക. കോടതി വിധി എന്ന് വെച്ചാൽ ഇത് പൊളിച്ചു മാറ്റി കൊടുക്കണം, ഈ വീടും സ്ഥലവും കല്ലറയും പൊളിച്ചു മാറ്റി കൊടുക്കണം, പഴയ രീതിയിലാക്കണമെന്നാണ് കോടതി വിധി. അതുകൊണ്ട് ഞാൻ തന്നെ പൊളിച്ചു മാറ്റി കൊടുക്കാം. എനിക്ക് ഔദാര്യം വേണ്ട കോടതിയിൽ. ദൈവമേ, എന്തൊരവസ്ഥയാണ് ഈ കുഞ്ഞിൻ്റെത്. അത് കാണാനും കേൾക്കാനും ഒക്കെ തന്നെ ഈ ഭൂമിയിൽ നമ്മൾ വീണ്ടും അവശേഷിക്കുന്നു. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആ കല്ലറ പൊളിക്കാൻ തയ്യാറാവുകയാണ് നെയ്യാറ്റിൻകരയിലെ ഈ മകൻ. ആർക്കും ഇങ്ങനെ ഒരു ഗതി വരരുതേ എന്നൊരു പ്രാർത്ഥന മാത്രമേ നമുക്ക് ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ വീട് തന്റെ അച്ഛനും അമ്മയും മരിച്ച ശേഷം ആ വീട് ആ മകന് ലഭിക്കുമ്പോൾ ആ വീടിന്റെ പാല് കാച്ചിന് മലയാളി വാർത്തയ്ക്കും ക്ഷണമുണ്ടായിരുന്നു. അന്ന് മലയാളി വാർത്തയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ പോയത് ഞാനായിരുന്നു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടെങ്കിലും ഇന്നിതാ രാഹുലിനും രഞ്ജിത്തിനും അവരുടെ വീട് സ്വന്തമായി അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. വീടായതിൻ്റെ ഇതിൽ ഒത്തിരി സന്തോഷമാണ്. പ്രത്യേകിച്ച് ഫിലോക്കാലി എന്ന് പറയുന്ന അവരുടെ അടുത്ത് തീരാത്ത നന്ദിയും കടപ്പാടുമാണ്. സ്വന്തം മക്കളെ പോലെ കണ്ട് ഞങ്ങൾക്ക് നല്ലൊരു വീട് പണിത് തന്നു. ഭയങ്കര സന്തോഷമാണ് അതിൽ. അന്ന് ആ സന്തോഷത്തോടു കൂടി അവൻ ഓടി വന്ന, ചേച്ചി എനിക്ക് വീടായി, വരൂ ഞാൻ എൻ്റെ മുറി കാണിച്ചു തരാമെന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും വളരെ സന്തോഷത്തോടു കൂടി അവൻ ആ കാര്യം പറയുമ്പോഴും അവൻ പറഞ്ഞിരുന്നു, പക്ഷെ ഇതൊന്നും കാണാൻ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നല്ലോ എന്നുള്ളതാ. സാരമില്ല, അവർ എൻ്റെ അടുത്ത് തന്നെ കിടപ്പുണ്ടല്ലോ എന്ന് കല്ലറ നോക്കി അന്ന് ആ മകൻ പറഞ്ഞിരുന്നു. ഭക്ഷണം കഴിക്കാതെ പിന്നീട് വിട്ടതേയില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിൽ റിപ്പോർട്ടിങ്ങിനായി പോകുമ്പോൾ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല. പക്ഷേ ചേച്ചി ഇതെന്തായാലും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് ആ മകൻ നിർബന്ധിക്കുകയായിരുന്നു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം അവൻ വീണ്ടും ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്, നമ്മുടെ സമൂഹം അവനെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. മറ്റ് കൂട്ടുകെട്ടിലേക്ക് പോകാൻ വളരെ എളുപ്പമുണ്ടായിരുന്ന അവന് ഇന്നും അവൻ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അവന്റെ അച്ഛന്റെയും അമ്മയുടെയും വേദനയിൽ അവൻ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ അവന് താങ്ങായി മാറണം. പറഞ്ഞു വരുന്നത്, വസ്തുതർക്കത്തെ തുടർന്ന് നെയ്യാറ്റിൻകരയിൽ മാതാപിതാക്കൾ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ മകൻ രഞ്ജിത്ത് രാജിന്റെ ദയനീയ അവസ്ഥയിൽ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ വലുതാണ്. സർക്കാർ തനിക്ക് നീതി ലഭ്യമാക്കിയില്ല എന്ന് ആരോപിച്ച് രഞ്ജിത്ത് പ്രതിഷേധ സൂചകമായി അച്ഛന്റെയും അമ്മയുടെയും കല്ലറ പൊളിച്ചു. വിവാദ വസ്തു അയൽവാസിയുടേതെന്ന് നെയ്യാറ്റിൻകര കോടതിയുടെ വിധി വന്നതിന് പിന്നാലെയാണ് കല്ലറ പൊളിച്ചു നീക്കിയത്. അതിയന്നൂർ സ്വദേശി രാജന്റെയും അമ്പിളിയുടെയും മൃതദേഹം മറവു ചെയ്യാൻ മകൻ രഞ്ജിത്ത് കുഴിയെടുക്കുന്ന ദൃശ്യം മലയാളികളുടെ എല്ലാം ഹൃദയം ഉലച്ചിരുന്നു. 2020 ഡിസംബർ 28-നായിരുന്നു സംഭവം. പിന്നോക്ക വിഭാഗത്തിനു വേണ്ടി സർക്കാർ അനുവദിച്ച ഭൂമിയിലായിരുന്നു തർക്കം. അയൽവാസി വസന്ത ഭൂമിയിൽ ഉടമസ്ഥാവകാശവുമായി കോടതിയിൽ നിന്നും അനുകൂല വിധി വാങ്ങി. ഒഴിപ്പിക്കൽ നടപടിയെടുക്കെയായിരുന്നു രാജനും അമ്പിളിയും തമ്മിൽ മണ്ണെണ്ണയൊഴിച്ച് പ്രതിഷേധിച്ചത്. ഇരുവരെയും പിടിച്ച് മാറ്റുന്നതിനിടയിലാണ് തീ പടർന്ന് പൊള്ളലേറ്റ് ഇരുവരും മരിച്ചത്. ഇതിന് പിന്നാലെ സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. മാതാപിതാക്കളുടെ മരണശേഷവും വിവാദ വസ്തുവിലാണ് രാജൻ അമ്പിളി ദമ്പതികളുടെ മക്കൾ കഴിഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് കോടതിയിൽ നിന്ന് വീണ്ടും സ്ഥലവുമായി ബന്ധപ്പെട്ട വസന്തയ്ക്ക് അനുകൂലമായ വിധി വന്നത്. ഇതോടെയാണ് വിവാദ വസ്തുവിലെ മാതാപിതാക്കളുടെ കല്ലറ തകർത്ത മകൻ രഞ്ജിത്ത് രാജ് പ്രതിഷേധിച്ചത്. സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം ലഭിച്ചില്ലെന്നും രഞ്ജിത്ത് രാജ് തുറന്നടിക്കുന്നു. ഓഡിയോ കൊടുക്കണേ. ഇതാ തന്ന പൈസ ഇവിടെ ഇരിപ്പുണ്ട്, ബാങ്കിൽ ഇട്ടിയെന്ന പൈസ ഇരിപ്പുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇതിനെ എത്തിച്ചു കളഞ്ഞോള. എനിക്ക് വേണ്ട, സർക്കാർ ഒരു തേങ്ങയും വേണ്ട. സ്വന്തം അപ്പനേമേനെയും കൊന്നവന്റെ പേരിൽ വലിയ നടപടി എടുത്താ. ഈ നടക്കാത്ത യവന്മാർ എന്തിനു നടക്കണത്? ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു 10 ലക്ഷം രൂപ അനുവദിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി ഇതേപോലെ 10 ലക്ഷം രൂപ അനുവദിച്ച് തരാൻ പറഞ്ഞിട്ട്. അപ്പൊ അവര് പറഞ്ഞ സ്ഥലത്തിന്റെ പേരിൽ ഒരു തീരുമാനമാവാതെ തരൂലെന്ന്. അങ്ങനെയെന്നുണ്ടെങ്കിൽ അന്ന് മറ്റേ പ്രസ് മീറ്റിൽ വെച്ച് പിണറായി വിജയൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? 10 ലക്ഷം രൂപ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ അങ്ങേരെ അന്നേ പറയണ്ടേ സ്ഥലത്തിന്റെ ഇതായിട്ട് 10 ലക്ഷം അവന് കൊടുക്കുക. കോടതി വിധി എന്ന് വെച്ചാൽ ഇത് പൊളിച്ചു മാറ്റി കൊടുക്കണം, ഈ വീടും സ്ഥലവും കല്ലറയും പൊളിച്ചു മാറ്റി കൊടുക്കണം, പഴയ രീതിയിലാക്കണമെന്നാണ് കോടതി വിധി. അതുകൊണ്ട് ഞാൻ തന്നെ പൊളിച്ചു മാറ്റി കൊടുക്കാം. എനിക്ക് ഔദാര്യം വേണ്ട കോടതിയിൽ. കോടതിയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു.
കോടതി എന്ന് വെച്ചാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി കൊടുക്കാൻ വേണ്ടിയുള്ള സംഭവമാണെന്നാണ് ഞാൻ കരുതിയത്. അതായത് നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നുണ്ട് മനുഷ്യരെന്ന വ്യക്തി. അപ്പോൾ ഭൂമി എന്ന മനുഷ്യന് സ്വന്തമാണ്. അതിനെ സംരക്ഷിക്കാനും ആവശ്യമുള്ളവർക്ക് കൊടുക്കാനും വേണ്ടി ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് സർക്കാരും കോടതി എന്ന് പറയുന്നതല്ല. അപ്പോൾ എന്റെ അച്ഛനും അമ്മയും മരിച്ചത് നിങ്ങൾ എല്ലാവരും വന്ന് കണ്ടതാണ്. നിങ്ങൾ വിഷ്വൽ കാണാം. പോലീസുകാർ തട്ടിക്കൊണ്ടാണ് മരിച്ചത്. എന്നിട്ട് പോലീസുകാരന്റെ പേരിൽ എന്തു നടപടിയാണ് എടുത്തത്? ഇവിടുത്തെ നിയമം അപ്പോൾ എന്താണ്? അതെല്ലാം പോട്ടെ, സ്വന്തം അച്ഛനും അമ്മയും ഇല്ല, കോടതി കണ്ടോണ്ടിരിക്കുന്നതാണ്. പാവങ്ങളെ സഹായിക്കാനുള്ളതാണ് കോടതി. എന്നിട്ട് കോടതി എനിക്ക് സ്ഥലം തന്നു. അമ്മയും അച്ഛനും ഇല്ലാത്ത മകന് ഈ സ്ഥലം കൊടുത്തോ? കോളനി എന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥലമാണ്. സർക്കാർ സ്ഥലം പാവങ്ങൾക്കുള്ളതാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്തു? ഈ ചോദ്യത്തിന് ഉത്തരം സത്യത്തിൽ പറയേണ്ടത് കോടതി തന്നെയാണ്. കോടതിയുടെ മനുഷ്യത്വം എവിടെ പോയി എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ ആശാരിപ്പണിയുള്ള വ്യക്തിയായിരുന്നു. ആശാരിപ്പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വസന്ത എന്ന് പറയുന്ന വ്യക്തി കേസ് കൊടുത്ത് അച്ഛനെതിരെ കള്ളത്തടി എടുത്ത് ചെയ്യുന്നുവെന്ന് പറഞ്ഞു. എന്റെ കുടുംബം ഇവിടെ തൊട്ടുമുകളിലാണ്. അപ്പോൾ എന്റെ പപ്പ എന്തു ചെയ്തു? ഇവർ താമസിക്കുന്ന വീടിന്റെ വിവരാവകാശം എടുത്തു. ഈ കോളനിക്ക് ഒരു നിയമമുണ്ട്. ഒരാൾക്ക് 4 സെന്റ് അനുവദിക്കും. അത് പാവപ്പെട്ടവർക്കുള്ളതാണ്. ഹരിജൻ കോളനിയാണ് ഇത്. പപ്പ വിവരാവകാശം എടുത്തു നോക്കിയപ്പോൾ വിമല, കമലാക്ഷി, സുകുമാരൻ നായർ അവരുടെ 3 പേരുടെ പേരിലാണ് ഇത് പറഞ്ഞത്. പഞ്ചായത്തുകാർ തന്നെ കൊടുത്ത പേപ്പർ. ഈ പേപ്പർ കൊടുത്തിട്ട് എന്റെ പപ്പ പോയിട്ട് പരാതി കൊടുത്തു. വസന്ത ഭൂമി കയ്യേറി വെച്ചിരിക്കുന്നു എന്ന്. സർക്കാരിന് തിരിച്ചെടുക്കേണ്ട അധികാരമുണ്ടെന്ന് പറഞ്ഞു. കേസ് കൊടുത്തിട്ട് സർക്കാർ തിരിച്ചെടുത്തതുമില്ല, ഒന്നുമില്ല. അപ്പോ ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു അവരുടെ മുന്നിൽ ആരും ജയിക്കാൻ പോകുന്നില്ല എന്ന്. ഇവിടെ എന്റെ അപ്പനും അമ്മയും മരിച്ചപ്പോൾ ഞാനാണ് അവരെ അടക്കിയത്. അപ്പോൾ എന്റെ അപ്പനെയും അമ്മയും ഞാൻ തന്നെ പൊളിച്ചു മാറ്റി കൊടുക്കാം. അവരുള്ളത് എന്റെ മനസ്സിലാണ്, അല്ലാതെ കല്ലറയിലല്ലോ, തേങ്ങയിലോ ഒന്നുമല്ലല്ലോ. ഈ സ്ഥലം എനിക്ക് വേണ്ടതാനും. സർക്കാർ തന്ന സഹായം ദാ ഇവിടെ ഇരിപ്പുണ്ട്. ബാങ്കിലിട്ട പൈസ ഇരിപ്പുണ്ട്. കുറച്ചു കഴിഞ്ഞ് ഞാൻ തന്നെ കത്തിച്ചു കളഞ്ഞോളാം. എനിക്ക് വേണ്ട, സർക്കാർ തന്ന ഒരു തേങ്ങയും വേണ്ട. സ്വന്തം അപ്പനെയും അമ്മയും കൊന്നവന്റെ പേരിൽ വല്ല നടപടിയും എടുത്തു. വീട് വെക്കാൻ വേണ്ടി 10 ലക്ഷം അനുവദിച്ചു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ 10 ലക്ഷം അനുവദിച്ചു. അതിനു വേണ്ടിയിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു സ്ഥലത്തിന്റെ പേരിൽ തീരുമാനമാകാതെ തരില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ പ്രസ് മീറ്റിൽ പിണറായി വിജയൻ എന്തിനാണ് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി 10 ലക്ഷം രൂപ അനുവദിച്ചു എന്ന്? അല്ലെങ്കിൽ അങ്ങേറന്നേ പറയണ്ടേ സ്ഥലത്തിന്റെ ആയിട്ട് 10 ലക്ഷം അവന് കൊടുക്കാമെന്ന്? കോടതി വിധി എന്ന് വെച്ചാൽ ഇത് പൊളിച്ചു മാറ്റി കൊടുക്കണം, ഈ വീടും കല്ലറയും പൊളിച്ചു മാറ്റി കൊടുക്കണം എന്നാണ്. പഴയ രീതിയിൽ ആകണമെന്നാണ് കോടതിയുടെ വിധി. ഞാൻ തന്നെ പൊളിച്ചു മാറ്റി കൊടുക്കാം, എനിക്ക് ഒരു ഔദാര്യവും വേണ്ട എന്നും കോടതിയോട് പറയുകയാണ്. സർക്കാരിൽ നിന്നും നീതി കിട്ടില്ലെന്ന് ആരോപിച്ച രഞ്ജിത്ത് ബാങ്ക് രേഖകളും വസ്തുവിന്റെ രേഖകളും കത്തിച്ച് പ്രതിഷേധിച്ചു. നെയ്യാറ്റിൻകരയിൽ അക്ഷരാർത്ഥത്തിൽ തെളിഞ്ഞത് സർക്കാർ ഇല്ലായ്മ എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതികരിച്ചു. നെയ്യാറ്റിൻകര അതിയന്നൂർ പഞ്ചായത്തിലെ പൊങ്ങിൽ നെട്ടത്തോടം ലക്ഷം വീട് കോളനിയിൽ രാജൻ സ്ഥലം കയ്യേറിയെന്ന് കാണിച്ച അയൽവാസിയായ വസന്തയാണ് നെയ്യാറ്റിൻകര പ്രിൻസിപ്പൽ മുൻസീഫ് കോടതിയെ സമീപിച്ചത്. തുടർന്ന് കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിച്ച് അന്വേഷണം നടത്തി. വസ്തു ഒഴിപ്പിക്കാനുള്ള കോടതി ഉത്തരവുമായി പോലീസും കമ്മീഷനും എത്തിയപ്പോൾ ഇവരെ പിന്തിരിപ്പിക്കാനായിരുന്നു ഭാര്യയെ ചേർത്ത് പിടിച്ച നെയ്യാറ്റിൻകരയിലെ രാജൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ലൈറ്റർ കത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് വകവയ്ക്കാതെ പോലീസ് ലൈറ്റർ തട്ടി തെറിപ്പിച്ചതോടുകൂടി ദേഹത്ത് തീ പടരുകയും 2 പേരും മരിക്കുകയുമായിരുന്നു. സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നതോടുകൂടി സർക്കാർ സഹായ വാഗ്ദാനവുമായി എത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ സത്യത്തിൽ ആ മകന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അവന് ഒരു ജ്യേഷ്ഠൻ കൂടിയുണ്ട്. ആൾക്ക് ബാങ്കിൽ ജോലിയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അവനൊരു കുട്ടിയല്ല. അവന് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ അവന്റെ മനസ്സിന്റെ ഏറ്റവും അവസ്ഥയിൽ നിന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക്, ആ മനുഷ്യന് നീതി ലഭിക്കുക തന്നെ വേണമെന്നാണ് പറയുന്നത്. പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ അമേരിക്കയിൽ സുഖജീവിതം നടക്കുന്ന അല്ലെങ്കിൽ സുഖവാസം നടത്തുന്ന പിണറായി വിജയൻ നിങ്ങൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ?